മഞ്ഞൾപ്പൊടി, മുളക് പൊടി 2 ടീസ്പൂൺ, കുരുമുളക് പൊടി, ഗരം മസാല ഇതാണ്. ഇത് നമ്മൾ വീട്ടിൽ പൊടിച്ച ഗരം മസാല കേട്ടോ. ജീരകം വറുത്ത് പൊടിച്ചതാണേ, സാധാ ജീരകം. ഉപ്പിട്ടാണേ, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, തൈര്, സ്വല്പം ഓയിൽ. ഈ മസാല മിക്സ് ചെയ്യുകയാണ്. പനീർ ഇതിനകത്തിലിട്ട് മിക്സ് ചെയ്ത് ഇളക്കുക. അതിന് ഈ മിക്സിലോട്ട് പനീർ ഇടുക. ഇതൊരു 15 മിനിറ്റ് 20 മിനിറ്റോളം നമുക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമ്മൾ ബിരിയാണി അരി ഇടാനുള്ള വെള്ളം നമ്മൾ ചൂടാക്കി അതിനകത്തോട്ട് ആദ്യം ഉപ്പിടുവാണേ. ഇതിൻ്റെ ചോറിന് പാകത്തിനുള്ള ഉപ്പ്. പിന്നെ അതിനകത്തോട്ട് നമ്മൾ സ്പൈസസ് ഇടും. ഒരു ബേ ലീഫ്, സ്റ്റാർ, പട്ട, 2 ഗ്രാമ്പു, ഇനി നല്ലതായിട്ട് തിളയ്ക്കണം, വെട്ടി തിളയ്ക്കണം. അത് നമ്മുടെ വെള്ളം തിളച്ചു. നമുക്കിനി അതിലോട്ട് കഴുകി അരമണിക്കൂർ കുതിർത്ത് കഴുകിയെടുത്ത് അരി ഇതിനകത്തിലോട്ട് ഇടും. ഓരോ അരിക്കും ഓരോ വേവാണ്, അതനുസരിച്ചിട്ട് വേണം നമ്മൾ വെള്ളം വയ്ക്കും. ഇതൊരു പച്ചമുളക് കൂടി ഇടുന്നേ. ഇതൊന്ന് ഇളക്കിയും വെച്ച് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. നമുക്ക് പാൻ അടുപ്പിൽ വെച്ചിട്ട് ഓയിലൊഴിച്ച് പനീർ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ പനീർ ഓരോന്നിട്ട് നമുക്കിതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. പനീറിൻ്റെ ബാലൻസ് വന്ന മസാലയ്ക്കകത്തിലോട്ട് ഈ വെജിറ്റബിൾസ് എല്ലാം, അതായത് സവോള, ക്യാപ്സിക്കം, അപ്പോൾ ആ പാനിലോട്ട് തന്നെ ഇട്ട് നമുക്കിതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കിതൊന്ന് ഇളക്കി ഒന്നുകൂടെ ഒന്ന് ഇടാം. നമുക്കിതിനെ കോരി മാറ്റാമേ. അപ്പം നമ്മളിതെല്ലാം കോരി വേറൊരു ബൗളിലോട്ട് എടുത്തു. ഈ എണ്ണയിലോട്ട് തന്നെ ഈ വെജീസ് എല്ലാം കൂടെ ഒന്ന് ചെറിയ ഫ്രൈ ആക്കിയെടുക്കാം. റൈസ് എല്ലാം നല്ലതായിട്ട് വെന്ത് നമുക്ക് ചോറ് കോരി മാറ്റി വെക്കാം. നമുക്കിനി പാൻ അടുപ്പിൽ വെച്ചിട്ട് ഉള്ളിയിട്ട് സവോളയിട്ട് വഴറ്റി ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ്, പച്ചമുളക്, ഇതെല്ലാം കൂടി ഇട്ട് നമുക്കൊന്ന് വഴറ്റിയിട്ട് തക്കാളിയും കൂടെ ചേർക്കാം. ഇതിലോട്ട് തക്കാളി ചേർക്കാം. ഇനി നമുക്ക് ഓരോ പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഒരു 1.5 ടീസ്പൂൺ, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, കസ്തൂരി മേത്തി. കസ്തൂരി മേത്തി നമുക്ക് ഇതിൻ്റെ ഫ്ലേവർ നല്ലതായിട്ട് തരും. സ്വല്പം മല്ലിയില, നമുക്ക് മസാല വേവാൻ ആവശ്യമുള്ള ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്കിനി ഇതിനകത്തോട്ട് കുറച്ച് തൈര് ഒഴിക്കാം.
മസാല വെന്ത് കുറുകി വരുമ്പോൾ നമുക്ക് പനീറൊക്കെ ഇട്ടു. ഇനി നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ ഗ്രേവിയൊക്കെ നല്ല തിക്കായി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നു. നമുക്കിനി അതിനകത്തോട്ട് പനീർ ചേർക്കാം. കൂടെ തന്നെ നമ്മുടെ വെജിറ്റബിൾസ് കൂടെ ചേർത്ത് ഇളക്കി ഒന്ന് അടച്ചു വെച്ച് ഒന്ന് സെറ്റായി കഴിയുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് റൈസ് ഇട്ട് കൊടുക്കാം. നമുക്കിതിൻ്റെ മസാലയുടെയൊക്കെ ഒരു കുത്തലൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഇച്ചിരി പഞ്ചസാര കൊടുക്കാം. നമുക്ക് ഇച്ചിരി മല്ലിയില. അപ്പോൾ ഗ്രേവിയൊക്കെ തിക്കായി നമുക്കിനി ഇതിനകത്തോട്ട് റൈസ് ചേർത്തു. നമുക്കിതിലോട്ട് റൈസ് ഇടാം. നമുക്ക് ചോറിനൊരു കളർ വരാം. ഇനി സ്വല്പം നെയ്യ് കൂടെ വെള്ളമൊന്ന് തൂങ്ങി കൊടുക്കാം. നമ്മുടെ ബിരിയാണി റെഡിയായി. നല്ല മണം വരുന്നുണ്ട്. ആ ഗ്രേവിയൊക്കെ നല്ല സെറ്റായി വേണം. നമുക്കിതൊരു പാത്രത്തിലോട്ട് നമുക്ക് വിളമ്പിയെടുക്കാം.